പറഞ്ഞു പറ്റിച്ചിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത്. അതെന്നെ ചതച്ചതിനുള്ള തിരിച്ചടി. എന്നെ ദ്രോഹിച്ച ഞാനും ദ്രോഹിക്കും, അതിനിയും ചെയ്യും. നീ എന്താ ആലോചിക്കുന്നത്? ആ വെട്ട് എന്റെ കൈക്ക് കൊള്ളുന്നതിന് പകരം എന്റെ തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിൽ നന്നായേനെ. അതോടുകൂടി എല്ലാം തീരുമായിരുന്നല്ലോ. സത്യം പറയാലോ, ഞാനും അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല. നിന്നോടാരാ വെട്ടുകയറി പിടിക്കാൻ പറഞ്ഞത്? മുമ്പിൽ കയറി നിന്നാ പോരായിരുന്നോ? ഒരു മതില് പോലെ. ഗുണ്ടകളുടെ പകയും തീർന്നേനെ. നാരായണിച്ച് പറഞ്ഞത് ശരിയായനെ. ആ, ഇനിയും സമയമുണ്ട്. ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവും. അന്ന് നോക്കാം. ആ, പിന്നെ ഇതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നിന്നെ കാണാൻ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ എന്നെ രക്ഷിക്കാൻ നീ മാറി നിന്നില്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് താങ്ക്സ്. ചില സമയത്തെ നിനക്ക് ബുദ്ധിയുണ്ട്. സ്വന്തം മോനെ ആരോ കൊല്ലാൻ നോക്കി നിറഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നോ? എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപമില്ല. എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അവിടെ CCTV ഉണ്ടല്ലോ, അതിൽ നോക്കി അവരുടെ മുഖം ട്രേസ് ചെയ്യണം. വേറെ ടീമിനെ വെച്ച് തല്ലിക്കണം. നീലിനെ തൊട്ടാ തിരിച്ചു കിട്ടുന്ന അവരറിയട്ടെ. അതൊന്നും വേണ്ട. വഴക്കും പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതാ നല്ലത്. വല്യമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവരിത് ഇവിടം കൊണ്ട് നിർത്തുമെന്ന്? ലക്ഷ്യം മാറിയത് കൊണ്ട് തൽക്കാലം അവര് സ്ഥലം വിട്ടുന്നേ ഉള്ളൂ. ഇനിയും വരും, ഇനിയും ശ്രമിക്കും. ആ നേരത്ത് നീലിനെ രക്ഷിക്കാൻ ഏട്ടത്തി ഉണ്ടായെന്ന് വരില്ല. ആലോചിച്ചിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. സ്വസ്ഥത ഉണ്ടാവാനാ ഞാനീ പറയുന്നത്. ഇത് നിസ്സാരമായിട്ട് എടുക്കരുത്. വേറെ ഗുണ്ടകളെ വെച്ചൊരു തിരിച്ചടി അതെന്തായാലും വേണ്ട. വേണ്ട, ഞാൻ അടിച്ചോളാം. ഫ്രണ്ട്സും കൂടും. അതും വേണ്ട. ഇതിന്റെ പേര് പേടിന്നാ. ഈ നാട്ടിൽ പോലീസ് ഉണ്ടല്ലോ, നിയമം ഉണ്ടല്ലോ. നമുക്ക് ആ വഴി നോക്കാം. പോലീസോ? അതെ, സ്വാതിയെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിക്കാം. അവക്കാണല്ലോ പരിക്കേറ്റത്. പോലീസ് അന്വേഷിക്കട്ടെ. അതിനേക്കാൾ നല്ലതല്ലേ വലിച്ച തിരിച്ചടിക്കുന്നത്? ഇതും ഒരു തിരിച്ചടി തന്നെയാണല്ലോ. ഗുണ്ടകളെ വെച്ച് തന്നെ അത് വേണമെന്ന് തോന്നുന്നത് നിന്റെ ഈ പ്രായം കാരണമാണ്. പക്വതയില്ലായ്മ അതിപ്പോ കാണിക്കരുത്. പക്വതയാണ് വേണ്ടത്. പോലീസ് ആവുമ്പോൾ ഗുണ്ടകളെ വിട്ടതാരാണെന്ന് അവർ കണ്ടുപിടിക്കും. അത് നമുക്കറിയണമല്ലോ. എന്നാ ഇനി വൈകിക്കണ്ട. പോലീസ് എങ്കിൽ പോലീസ്. ഇപ്പൊ തന്നെ പരാതി കൊടുക്കാം. ഞാൻ IJ വിളിച്ചു പറയാം. അദ്ദേഹം വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഗിരി, കുഴപ്പമൊന്നും ആവില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ഇങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലാ കുഴപ്പമാവുന്നത്. വല്യമ്മ ധൈര്യമായിട്ടിരിക്കും. നീലിനൊന്നും സംഭവിക്കില്ല. ഇതാണ് പരാതിക്കാരി. അവരെത്ര പേരുണ്ടായിരുന്നു? 3-4 പേരുണ്ടായിരുന്നു. എന്തിനാ അറ്റാക്ക് ചെയ്യുന്നറിയോ? ഇല്ല. നീലിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ല. ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാ അതുപോലൊരു സംഭവം നടന്നിട്ടും ആ സമയത്ത് പരാതി കൊടുക്കാൻ തോന്നാതിരുന്നത്? ഞാൻ പറഞ്ഞിട്ടാ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പേടിച്ചിട്ടാ. അവരിനി ഉപദ്രവിച്ചാലോ എന്ന് ഭയന്നിട്ട്. സ്വാതി നീൽ മഹേഷിന്റെ ഭാര്യയല്ലേ? അതെ. നിങ്ങൾ രണ്ടുപേരും എവിടെ പോയെന്നാ പറഞ്ഞത്? ടീസർ ലോഞ്ചിന് ഒരു സിനിമയുടെ. പക്ഷെ അവരോട് ചോദിച്ചപ്പോ നീൽ തനിച്ചാണ് വന്നതെന്നാണ് പറഞ്ഞത്. സ്വാതി ആ സമയത്ത് എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാ. പരിപാടിക്കിടയില് ഛർദിക്കണം തോന്നി. അങ്ങനെ ഇറങ്ങിയപ്പോ ഏട്ടനും പുറകെ വന്നു. അപ്പോഴാ ആക്രമണം ഉണ്ടായത് അല്ലേ? അതെ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. IG വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം ഞങ്ങൾ പ്രതികളെ പിടിക്കും. താങ്ക് യു സർ. ഓക്കെ. അപ്പോ നീ ഇവളെ ഹാളിനുള്ളിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നു അല്ലേ?
ഞാൻ പറഞ്ഞിട്ട് അമ്മ ഇവിടുന്ന് ധൈര്യത്തോടെ പോയെങ്കിലും അവിടെ എത്താറായപ്പോ ആകെ ഒരു പരിഭ്രമം. സ്റ്റേജിൽ കയറി 2 വാക്ക് പറയണമെന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞ തീർന്നില്ലേ? ഞാൻ കാരണം ഏട്ടനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു. ഞാൻ തന്നെയാ പറഞ്ഞത് പുറത്തു നിന്നോളാന്ന്. എന്തിനാ മോളെ ഇവനെ രക്ഷിക്കാൻ നീ ഇങ്ങനെ നുണ പറയുന്നത്? നീ നുണ പറയുന്തോറും ഇവന്റെ സ്വഭാവം വഷളായി വരിക. ഇനി അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തൽ നടത്തിക്കോ? എന്താ കുറ്റപ്പെടുത്തിയാല്? തോന്നിയാസല്ല ഇവൻ കാണിച്ചത്. കൂടെ കൊണ്ടുപോയിട്ട് പുറത്ത് നിർത്തുക. വെറുതെയല്ല ഗുണ്ടകൾ വന്നത്. എന്നിട്ട് ആർക്കാ പരിക്ക് പറ്റിയത്? അതെ, ഇവള് നല്ലവളായോണ്ടാ. സ്വാതിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ഓടിയെന്നെ. മതി, നിർത്ത്. എന്നെ ചൊല്ലി ആരും വഴക്കിടണ്ട. ഇവിടെ എന്തിനു പുറത്ത് നിർത്തിയെന്നാണല്ലോ തർക്കം. പുറത്ത് നിർത്തിയത് ഞാൻ തന്നെയാ, ഇനി നിർത്തും. കാരണം ഇവിടെ എനിക്ക് ഇഷ്ടമല്ല ഒരു തരത്തിലും. കേട്ടല്ലോ, അവൻ പിന്നെയും പഴയ ആളായി. ഈ അപകടത്തിന് ശേഷം അവന്റെ സ്വഭാവം മാറിയെന്നാ ഞാൻ കരുതിയത്. എല്ലാം വെറുതെ ആയില്ലോ ഈശ്വര. സാരമില്ലമ്മ, എനിക്ക് യോഗം ഇല്ലാത്തതിന് ഏട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അപ്പോ അത് പോലീസ് കേസായി? അതെ, അത് ബാധിക്കാൻ പോകുന്നത് വേദയായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. എന്നെ എന്തിനാ ബാധിക്കുന്നത്? ഞാനാണോ തെറ്റ് ചെയ്തത്? ഗുണ്ടകൾ അയച്ചത് വേദയുടെ വീട്ടുകാരാവാനാ സാധ്യത. അല്ലാതെ വേറെ ആരും ഇപ്പൊ ഇങ്ങനെ ചെയ്യില്ലല്ലോ. പോലീസ് അത് കണ്ടുപിടിച്ച നീലിന് വേദയുടെ വീട്ടുകാരോട് എന്താ തോന്നുന്നേ? വെറുപ്പ് അല്ലെങ്കിൽ പക അല്ലേ? ഇപ്പോൾ അടുപ്പൊക്കെ മാറാൻ ഈ കാരണമൊക്കെ ധാരാളം പോരെ? അതിനർത്ഥം ഞാൻ പുറത്താവൂന്ന്? എന്ന് ഞാൻ പറയുന്നില്ല. വേദയുടെ വീട്ടുകാർ തെറ്റ് ചെയ്തതിന് വേദ എന്തു പഴിച്ചു? പക്ഷെ അതോടെ വേദയുടെ വീട്ടുകാരും നീലും തമ്മിലുള്ള അകലം വർദ്ധിക്കും. എന്ന് വെച്ചാ നാളെ ഒരിക്കൽ കല്യാണം കഴിക്കേണ്ടവരായ നിങ്ങളുടെ സ്നേഹത്തെ അത് ബാധിക്കുമെന്ന് ചുരുക്കം. അതോടെ നീലിന്റെ മനസ്സില് അവൾ ഉറക്കുകയും ചെയ്യും ആ ഗുണ്ടുമണി. അതൊരു സാധ്യതയല്ലേ? അതാണിപ്പോ എന്റെ പേടി. പക്ഷേ എന്റെ വീട്ടുകാര് നീലിനെ ആക്രമിക്കാൻ ഗുണ്ടകളെ അയക്കുമെന്ന് വിശ്വസിക്കാൻ എന്തോ എനിക്ക് പറ്റുന്നില്ല ഗൗരി. അത്ര ചീപ്പൊന്നും അല്ല അവര്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ അവർക്ക് ചെയ്യാറുന്നല്ലോ. വേറെ ആരാ ഗുണ്ടകളെ അയക്കാൻ? അത് പോലീസ് കണ്ടുപിടിക്കുമല്ലോ. ഗൗരി പറഞ്ഞതാണ് ശരിയെങ്കിൽ ഞാൻ കുറച്ച് സൂക്ഷിക്കണം. മുന്നറിയിപ്പ് തന്നതിന് നന്ദി. ഞാൻ ഒരുങ്ങിയിരുന്നോളാം. വേദയെ നീല് മറക്കുന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്നാലും സാഹചര്യങ്ങളാണല്ലോ പലപ്പോഴും മനുഷ്യനെ കൊലപാതകയും സന്യാസിയും ഒക്കെ ആക്കുന്നത്. സ്വാതിക്കാണെങ്കിൽ ഭയങ്കര ഭാഗ്യം. അല്ലെങ്കിൽ ആ വെട്ട് അവളുടെ കഴുത്തിന് എന്നെ കൊള്ളേണ്ടതല്ലേ? നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കണ്ട ഗൗരി. ദൈവം ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നടക്കട്ടെ. എന്ന് വെച്ച് സ്വാതിയുടെ ഒപ്പം നീല് കാലാകാലങ്ങളോളം ജീവിച്ചോട്ടെന്നാണോ വേദ പറയുന്നത്? വേദ സമ്മതിച്ചാലും ഞാനതിന് സമ്മതിക്കില്ല. വേദയ്ക്കാണെങ്കിൽ സ്വാതി എതിർക്കാൻ ശരിക്കൊരു കാരണമുണ്ട്. എനിക്കെന്താ ഉള്ളത്? എന്നിട്ട് ഞാൻ എതിർക്കുന്നില്ലേ? അവര് പിരിയുന്ന ദിവസേ മനസ്സ് തുറന്ന് എനിക്കൊന്ന് ചിരിക്കാൻ നോക്കൂ. ആ ഒരു ദിവസം വരാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. എന്റെയും കാത്തിരിപ്പ് അതിനൊക്കെ വേണ്ടി തന്നെയാ. പക്ഷേ അതിനിടയില് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാ എന്ത് ചെയ്യും? നോക്കാം പോലീസിന്റെ നീക്കം എവിടം വരെ പോവുമെന്ന്. എന്നിട്ടേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ദേവകി, ഓ, നമ്മുടെ മോളെവിടെ? മോള് അവൾ അകത്തുണ്ട്. ആ, ഒന്ന് വിളിക്കേ. അവളും കൂടെ കേൾക്കേണ്ട കാര്യമായത്. പ്രിയേ, ദേവപ്രിയേ, ദേ അച്ഛൻ വിളിക്കുന്നു. നീ അമ്പാട്ട മാധവനെ അറിയില്ലേ? ഉവ്, ആ സ്വർണ്ണക്കടയൊക്കെയുള്ള ആളല്ലേ? അത് തന്നെ, അമ്പാട്ട് ജുവലേഴ്സ്. മാധവൻ ഒരു മോനുണ്ട്, മിടുക്കന, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അങ്ങ് അമേരിക്കയില. അച്ഛാ, വിവരണം മതി.
ആലോചനയായിരിക്കും. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നല്ല പയ്യനാ മോളെ. എനിക്കറിയാം, അല്ലാത്തൊന്നും അച്ഛൻ കൊണ്ടുവരില്ലല്ലോ. പക്ഷെ എന്താ പ്രശ്നമെന്നറിയോ? ഞാനിപ്പോ മറ്റൊരു ചെറുക്കനെ സ്വപ്നം കണ്ട് തുടങ്ങിയിരിക്കുക. ഏത് ചെറുക്കൻ? അത് തൽക്കാലം അമ്മ അറിയണ്ട. നടക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. സ്വപ്നം കാണുന്നതിന് വേറെ നികുതിയൊന്നും കൊടുക്കണ്ടല്ലോ. നീ ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ട് അങ്ങ് നടന്നോ? പണ്ടൊരുത്തന്നെ സ്വപ്നം കണ്ടില്ലേ നീലിനെ? എന്നിട്ട് എന്തായി? നടക്കുമായിരുന്നല്ലോ അച്ഛാത്. നീലിന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഇല്ലായിരുന്നെങ്കിൽ എവിടെയോ കിടന്ന നീലൊടുക്കം ആരെ കെട്ടി? ഈ വീട്ടിലെ സ്വാതിയെ കെട്ടി. ആരാ കാരണം? ഈ ഞാൻ. ആഗ്രഹിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടാൻ വല്ലാത്തൊരു മിടുക്കുണ്ട് എനിക്ക്. ഇനി ആര് സമ്മതിച്ചു തന്നില്ലെങ്കിലും അതാണ് സത്യം. സത്യമൊക്കെ അവിടെ നിക്കട്ട് കൊച്ചേ. നിന്നെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചയക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെന്താ? ഞാനിവിടെ ഒരു ഭാരമായി തുടങ്ങിയോ? എന്നാണോ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളാരും എന്നെ ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലൊരു ചെറുക്കനെ ഞാൻ കല്യാണം കഴിക്കൂ. നീ എന്റെ മോളല്ലേ, നീ അങ്ങനെ ചെയ്യൂ. ആണല്ലോ. എന്നാ പിന്നെ കല്യാണം എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ നിക്കണ്ട. സമയാവുമ്പോ ഞാൻ തന്നെ അത് പറഞ്ഞോളാം. ചെറുക്കൻ ആരാണെന്നെങ്കിലും പറ. നടക്കോ ഇല്ലെന്ന് ഞാൻ അപ്പൊ പറയാം. സമയമായിട്ടില്ല അച്ഛാ. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നല്ലേ. നീലിനെ തന്നെ എത്ര കാലം ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നു. ഒടുക്കം ഒരു പ്രത്യേക സന്ദർഭം വന്നപ്പോഴല്ലേ എല്ലാവരോടും പറഞ്ഞത്. അതുപോലൊരു സാഹചര്യം വരട്ടെ, അപ്പം ഞാൻ പറയാം. ഇവള് നമ്മളെ ചുറ്റിക്കുന്നാ തോന്നുന്നത്. അവളെ എന്റെ മോളാ. അതാ എന്റെ പേടി. ഇങ്ങോട്ട് ഇറക്ക്. കൊണ്ടുവാ. ഭാഗ്യത്തിന് CCTV-യിൽ ഇവരുടെ മുഖം പതിഞ്ഞിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചു. ഇവർ തന്നെയല്ലേ പ്രതികൾ? അതെ. ഇയാളെ വെട്ടിയത്? അല്ല സാർ, ആരാ ഇവരോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? ഗണേശനും വാസുദേവനും. ഒന്ന് വന്നേ. ഒന്ന് ഭീഷണിപ്പെടുത്തി വിട്ടാൽ മതിയോ അതോ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തണോ? വേറൊന്നുമല്ല, എന്തുകൊണ്ട് ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തുവെന്ന് ഇവരുടെ മൊഴിയായിട്ട് രേഖപ്പെടുത്തേണ്ടി വരും. അത് സാറിന്റെ മോന് മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. പെണ്ണുകേസാ. സഹോദരിയായ വേദയെ ശല്യപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടാ ഗണേശൻ ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തത്. എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ സാർ. അവന്റെ സഹോദരിയെ എന്റെ മകൻ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേറെ എത്രയോ മാർഗമുണ്ട്. അതൊക്കെ ശരിയാണ്, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പോട്ടെ സാറേ, Thank you. പണി തീർന്നിട്ടില്ല. തിമാരെ വണ്ടി കയറ്റേ, നടക്കണ. തൃപ്തിയായല്ലോ നിനക്ക്? വേദയുടെ ആങ്ങളെയാ ഗുണ്ടകളെ അയച്ചത്. നാണമില്ലല്ലോടാ നിനക്ക്. ഇനിയെങ്കിലും അവളെ മറന്നുകൂടെ? അതെങ്ങനെ? കാന്ത പോലെ ഒട്ടിപ്പിടിച്ചിരിക്കല്ലേ? ഇവനെ കുറ്റം പറഞ്ഞാൽ മതി. ഇനി അനുഭവിക്കട്ടെ. വകുപ്പ് നിസ്സാരമൊന്നുമല്ല, വധശ്രമോ. ഒരാഴ്ചയെങ്കിലും മിനിമം അകത്ത് കിടക്കേണ്ടി വരും. ഇവനെ കുറ്റം പറഞ്ഞാൽ മതി. ഇനി അനുഭവിക്കട്ടെ. വകുപ്പ് നിസ്സാരമൊന്നുമല്ല, വധശ്രമോ. ഒരാഴ്ചയെങ്കിലും മിനിമം അകത്ത് കിടക്കേണ്ടി വരും. അവര് കിടക്കട്ടെന്ന് കൂലിക്ക് തല്ലാൻ പോകുമ്പോ ആലോചിക്കണം. ഇവര് മാത്രമല്ല, ഇവരെ ഇതിന് കാശ് കൊടുത്ത് വിട്ടവരെ അകത്താവും. കോംപ്രമൈസ് ചെയ്യണമെന്ന് ചോദിക്കാനാ SI എന്നെ മാറ്റി നിർത്തിയത്. ഒരു കോംപ്രമൈസും വേണ്ട. ഏതായാലും ഇത്രത്തോളമായി. ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അങ്ങനെ മതി. 1-2 ദിവസം അകത്ത് കിടക്കുമ്പോ അച്ഛനും മോനും മനസ്സിലാവും. സാറേ ഇടിക്കായിരിക്കും അല്ലേ? അറിയില്ല. അയ്യോ, ഇടിക്കാൻ കിട്ടണ ഒരു അവസരം അവന്മാര് പാഴാക്കൂലെന്ന്. ഇത് തീക്കളിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. നീ അല്ലെങ്കിൽ അവരുടെ സൈഡാന്നറിയാം. സ്വാതിയുടെ കയ്യിലെ മുറിവ് നീലിന്റെ കയ്യിലാ പറ്റിയിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ പ്രതികരിക്കുന്നത്. ഞങ്ങൾ ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അതെ, അത് തന്നെ എന്റെ തീരുമാനം.
പേടിയുണ്ടോ അപ്പിക്ക്? ഇല്ല. പേടിക്കണ്ടെന്ന്. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ നടന്നത് നല്ലത് നടക്കാൻ പോണതിന്റെ ലക്ഷണമാണെന്ന്. ചിലപ്പോ അപ്പയ്ക്ക് ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ ഇതോടെ അവളങ്ങ് തെറിക്കും. ആ വേദപ്പെണ്ണില്ലേ, അതോടെ അപ്പയുടെ ഭർത്താവിനെ അപ്പയ്ക്ക് മാത്രമായിട്ട് കിട്ടും. ഹലോ സർ. വാസുദേവൻ. ദേ, ഹലോ സർ. നിങ്ങൾ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത്. എന്താ സാർ കാര്യം? അറിഞ്ഞാലേ വരൂ. നീൽ മഹേഷിനെ ആക്രമിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിരുന്നോ? ആ ക്രിമിനൽസിനെ ഞങ്ങൾ പിടിച്ചു. അവർ തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. സാർ ഒരു മിനിറ്റ്. സാർ, അവൻ എന്റെ പെങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് വരട്ടെ എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊക്കെ അത്യാവശ്യം കാര്യമുള്ള ആൾക്കാരല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്തായാലും കംപ്ലൈന്റ് ഇട്ട് സ്ഥിതിക്ക് ആക്ഷൻ എടുക്കാതിരിക്കുന്ന നിവൃത്തിയില്ല. അറിയാലോ, മീഡിയ അറിഞ്ഞാലുള്ള സ്ഥിതി. പിന്നെ ഞങ്ങളുടെ കൺട്രോളിലായിരിക്കില്ല കാര്യങ്ങൾ. എന്നാ അച്ഛനെ വിട്ടേക്ക്, ഞാൻ ആ കൊട്ടേഷൻ കൊടുത്തേ. അവരുടെ മൊഴി ഞങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ രണ്ടാളും കുറ്റക്കാരാ, പ്രതികളായിട്ട് വരും. ഞാൻ വരാടാ, എനിക്കാരും പേടിയില്ല. അപ്പൊ കാണാം മോളെ, നീ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. ഇനി കോടതി, ജയില്, തൃപ്തിയായല്ലോ നിനക്ക്? അപ്പൊ കാണാം മോളെ, നീ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. ഇനി കോടതി, ജയില്, തൃപ്തിയായല്ലോ നിനക്ക്? നിന്നെ പൊന്നുപോലെ സ്നേഹിച്ച അച്ഛനോടും ആങ്ങളയോടും നീ ഇങ്ങനെ തന്നെ ചെയ്യണം. അമ്മ എന്തിനാ കരയുന്നത്? തെറ്റെയ്തിട്ടല്ലേ അവരെ പോലീസ് കൊണ്ടുപോയത്? അപ്പോ ആ അറ്റാക്കിന് പിന്നിൽ അച്ഛനും ഗണേശും ആയിരുന്നല്ലേ? അനുഭവിക്കട്ടെ. നീ ഇത്രയും ദുഷ്ടയായി പോയല്ലോ. സ്വന്തം അച്ഛനെ കൂടപ്പറപ്പിനെ പോലീസ് കൊണ്ടുപോയത്. എന്നിട്ടും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു? കുറ്റം ചെയ്തവരെ ശിക്ഷ അനുഭവിക്കണ്ടെന്നാണോ അമ്മ പറയുന്നത്? കുറ്റം ചെയ്തത് അവരല്ല, ഞാനാ. നിന്നെ ഞാൻ പ്രസവിച്ചു, വളർത്തി വലുതാക്കി. അതിനുള്ള ശിക്ഷ ഇപ്പൊ ഞാൻ കണ്ടത്. ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് നീ വിചാരിക്കണ്ട. ഒരു പോറല് പോലും ഏൽക്കാതെ അവരിവിടെ തിരിച്ചു വരണം. ഇല്ലെങ്കിൽ അവനെതിരെ ഇനി കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത് ഈ ഞാനായിരിക്കും. വെറുതെ ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ ആയിരിക്കില്ല, കൊന്നുകളയാനായിരിക്കും ആ കൊട്ടേഷൻ. ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല പിന്നവൻ. അമ്മേ. അതേടി, അമ്മ തന്നെയാ. അറിയാലോ അല്ലേ, വാശി പിടിപ്പിച്ച മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്നവളാ നിന്റെ ഈ അമ്മ. താലി കെട്ടി എന്റെ ഭർത്താവും ഞാൻ പ്രസവിച്ച എന്റെ മോനും, അവരെ രണ്ടുപേരെയോ പോലീസ് ഇപ്പൊ കൊണ്ടുപോയത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് രണ്ടുപേരും പോയ പോലെ ഇവിടെ തിരിച്ചെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നീ വിവരം അറിയും. അമ്മ ഈ പറയുന്നതിലൊരു ന്യായവും ഇല്ല. നീ കാണിക്കുന്നതിനുണ്ടല്ലോ, നീ ഒറ്റ ഒരുത്തിയാ ഈ വീട്ടിലെ സമാധാനം കളഞ്ഞത്. നിനക്കിപ്പോ ഞങ്ങളൊന്നും ആരും അല്ലല്ലോ. ഇന്നലെ പരിചയപ്പെട്ട അവനാണല്ലോ നിനക്കിപ്പോ വലുത്. ഇനി എന്ത് കണ്ടിട്ടാടി അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അവന് പോലും നിന്നെ വേണ്ടല്ലോ, പിന്നെ എന്തിനാടി ഒരു കൊടിച്ചു പട്ടിയെ പോലെ വാലാട്ടി ചെല്ലുന്നത്? അതെന്റെ ഇഷ്ടമാ, അതിലൊന്നും ആരും ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ ഇടപെടും.
എനിക്കതിനുള്ള അവകാശമുണ്ട്. കാരണം ഞാൻ നിന്റെ അമ്മയാ. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? അച്ഛനും ഗണേശും പുറത്തിറങ്ങണം, അതല്ലേ വേണ്ടു? അതെ, ഞാൻ ഇറക്കാം. എങ്ങനെ ഇറക്കും? അതെന്തിനാ അമ്മ അറിയുന്നത്? അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവും അമ്മയുടെ വയറ്റിന്ന് ജനിച്ച മോനും അമ്മ പറഞ്ഞതുപോലെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലുണ്ടായിരിക്കും. നീ എങ്ങോട്ടേ പോകുന്നേ? ഇതിനകത്ത് കുത്തിയിരുന്ന അവരെ ഇറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ.